മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് ഒമാനിൽ ഉജ്ജ്വല തുടക്കം. ഒന്നാംഘട്ട അവാർഡ് വിതരണം സലാലയിലാണ് നടന്നത്. രണ്ടാം ഘട്ടം നവംബർ 15 മസ്കത്തിൽ നടക്കും. ലുബാൻ പാലസ് ഹാളിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് പ്രവാസികളെ സാക്ഷിയാക്കിയാണ് ഒമാനിലെ ഒന്നാംഘട്ട അവാർഡ് വിതരണം സലാലയിൽ നടന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിലെ ഡോക്ടർ നാസർ അൽ ഹമ്മാർ അൽ ഖസീരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. Actually, it is one of the most and wonderful events that we normally look for as educators. മീഡിയ വൺ GCC ജനറൽ മാനേജർ സവാബ് അലി, എഡിറ്റോറിയൽ ഹെഡ് MC നാസർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഡോക്ടർ VS സുനിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. Parents, that you should give the freedom to the children so that they can choose their career. എംബസി കോൺസുലർ അഞ്ച് ഡോക്ടർ K സനാതനൻ, രാകേഷ് കുമാർ ജാ, സെൽവിൻ സുഭാഷ്, K ഷൗക്കത്ത് അലി, സ്പോൺസേഴ്സ് പ്രതികൾ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങളെ മുൻനിർത്തി തുമ്രൈത്ത് ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് റസൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. സന്തോഷം. ഇത് തീർച്ചയായിട്ടും നമുക്ക് റസലിന് കിട്ടിയ അവാർഡല്ല, നമ്മുടെ സ്കൂളിനും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സന്തോഷം. വിവിധ സംഘടനാ പ്രതികളും പൗരപ്രമുഖരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. Very excited and thank you Media One for this award. I'm so happy. ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇത്രയും ഡിഗ്നിറ്ററീസിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു മെഡൽ മേടിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ മാസത്തെ ഒരു കഷ്ടപ്പാടിനൊരു വാല്യൂ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇനി വരുന്ന കുട്ടികൾക്കും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും പഠിക്കാൻ. സോ താങ്ക്സ് മീഡിയ വൺ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ പ്രാവശ്യവും വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആവേശമാണ് ഈ പരിപാടി സമ്മാനിച്ചത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം K സലാഹുദ്ദീൻ, മീഡിയ വൺ സലാല.